എന്നൊക്കെ ആവാന്നറിയില്ല. ആകെ പുല്ല് മോന്തിയത് എന്തൊരു മോന്തിയും കാടായിട്ട്. അയ്യയ്യേ. ഹലോ, ആളവിടെ ഉണ്ടാ? അതെ, ആളവിടെ ഉണ്ട് കേട്ടോ, അവിടെ ഉണ്ട്. അത് ടി വിക്കാരാവുന്ന എനിക്കിത് എന്നും തന്നെ യോഗം. പിന്നെ ഇപ്പൊ എന്താ ചെയ്യാ? ഹലോ, നമ്പ്യാരാണ്. അതിപ്പോ എന്നപ്പത് 20-ാം തീയതി എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് കോൺഫറൻസ് ഹാളിലേക്ക് വരണോ അതോ നിങ്ങൾ ഇങ്ങോട്ട് വരുമോ? കോൺഫറൻസിലേക്ക് വരണം വെച്ചാൽ എനിക്ക് വണ്ടി സൗകര്യങ്ങൾ ഗസ്റ്റ് ഹൗസ് ഉണ്ടോ? ഇങ്ങോട്ട് വരില്ലേ? 20-ാം തീയതി എന്ന് പറഞ്ഞാൽ വേറെ എടുത്തിട്ടില്ല. ഒരു കാര്യം ചെയ്യും, 20-ാം തീയതി വന്നോളൂ. 11 to 12 രാവിലെ, രാത്രിയില്ല, രാവിലെ 11 to 12. കാരണം എനിക്ക് 2 മണിക്ക് കൊല്ലത്ത് പോകണം. കൊല്ലത്ത് എനിക്കൊരു എന്നെ ഒന്ന് ആദരിക്കേണ്ടി അത്ര. ഇവിടുന്ന് എനിക്ക് ദൂരമുണ്ടല്ലോ കൊല്ലം പോകാൻ. അപ്പോൾ 11 to 12 നിങ്ങൾ വന്നോളൂ കേട്ടോ. സ്ഥലമൊക്കെ അറിയാലോ, ഗൂഗിളിൽ തപ്പി അറിയാം. അല്ലെങ്കിൽ അവാർഡ് ജേതാവ് ആരാന്ന് അതിൽ വെറുതെ അടിച്ചാൽ മതി. നമ്പ്യാർ അവാർഡ് ജേതാവ് 2024 അവാർഡ് ജേതാവ് നമ്പ്യാർ എന്നൊക്കെ അടിച്ചു കഴിഞ്ഞാൽ അതിൽ വരും ഗൂഗിളിൽ വഴി കാര്യങ്ങൾ ഒക്കെ. ഓക്കെ, ഞാൻ കുറച്ച് തിരക്കിലാണ്. ആദരവിനൊക്കെ 100 ആൾക്കാരാ. കേസ് കോഡ് വല്ലതും തരുമോ? ആരാ പറ്റും? വരൂ. ഇരിക്കും. എന്താ നമ്പ്യാര് ഒരു അവാർഡൊക്കെ കിട്ടിയെന്ന് പറഞ്ഞു കേട്ടോ. എനിക്ക് മനസ്സിലായില്ല ആരാണ്. ഞങ്ങളുടെ ലാസാ മീഡിയ ഫേമസ് അല്ലേ? പറയാം. എനിക്കറിയാം, പറഞ്ഞോളൂ. അപ്പൊ ഞങ്ങൾക്ക് താങ്കളുടെ ഒരു അഭിമുഖമാണ്. അത് ഞങ്ങളുടെ ചാനലിനെ ഫസ്റ്റിൽ വേണിച്ചിട്ടാണ് ഞങ്ങൾ വന്നത്. ഇന്ന് നിങ്ങൾ വന്നത് നന്നായി. അത് ഇപ്പോൾ 4 മണിക്ക് എനിക്ക് കോഴിക്കോട് പോകണം. അപ്പം നിങ്ങൾക്കിപ്പോൾ ചുരുക്കം പറഞ്ഞാൽ എൻ്റെ എന്തിനാണ് അവാർഡ് കിട്ടിയത് ഇതറിയണം. എന്താ പേരെന്താ പറഞ്ഞു? എൻ്റെ മണി. ഞാൻ അശോകൻ. സന്തോഷം വന്നതിൽ. അപ്പോൾ എൻ്റെ കഥ പറയണമെന്ന് വിചാരിച്ചു. ഞാൻ ഇത് വലിയ ഒരു സിനിമാ കഥ മാതിരിയുള്ള കഥ. എൻ്റെ ഒരു അനുഭവക്കുറിപ്പ്, എൻ്റെ ഒരു ജീവിതം. ആത്മകഥയ്ക്ക് അവാർഡ് കിട്ടില്ല എന്ന് എനിക്കറിയാം. മണിയെ മൊബൈലിൽ റെക്കോർഡ് ചെയ്തോണ്ട് വല്ല റെക്കോർഡ് ചെയ്തോളൂ. നിങ്ങൾക്ക് അവിടെ പോയിട്ട് സംപ്രേഷണം ചെയ്തോളൂ. റെക്കോർഡ് ചെയ്തോളൂ. അപ്പോൾ എൻ്റെ ഈ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആത്മകഥയാണ് സത്യത്തിൽ. പക്ഷെ ഈ ആത്മകഥ എഴുതി കഴിഞ്ഞാൽ അവാർഡില്ല. അപ്പോൾ ഞാനത് കഥാരൂപമാക്കിയിട്ട് ഞാനത് ചെയ്തു. അവാർഡ് കിട്ടിക്കുക. ഈ അവാർഡിലേക്ക് കിടക്കുകയാണെങ്കിൽ ഞാൻ സ്കൂളിൽ വിദ്യാഭ്യാസ കാലഘട്ടങ്ങളിൽ ശ്രദ്ധിക്കണില്ലേ? വിദ്യാഭ്യാസ കാലഘട്ടങ്ങളിൽ എനിക്ക് തീരെ യോജിക്കാൻ കഴിയാത്തൊരു സബ്ജക്റ്റ് ആയിരുന്നു കെമിസ്ട്രി, രസതന്ത്രം. അറിയാലോ, നിങ്ങളൊക്കെ വിദ്യാഭ്യാസമുള്ളവരാണല്ലോ, എന്നെക്കാട്ടിലും വിദ്യാഭ്യാസം ചിലപ്പോൾ നമുക്ക് ഉണ്ടാവാം. ഈ രസതന്ത്രം ക്ലാസ്സിൽ ഞാൻ ഒരിക്കലും കയറി ഇടയ്ക്കൊക്കെ ഞാൻ ക്ലാസ്സിൽ ഇരിക്കില്ല. എനിക്ക് യോജിക്കാൻ കഴിയാത്തൊരു വകുപ്പാണ്. പക്ഷെ ഞാൻ ഇടയ്ക്കൊന്ന് ആ ക്ലാസ്സിൽ കയറും. എന്തിന്? എനിക്ക് പഠിക്കാനല്ല. എന്നെപ്പോലെ ആരൊക്കെ പീരീഡ് കട്ട് ചെയ്ത് പോകുന്നുണ്ട്, ആരൊക്കെയാണ് ക്ലാസ്സിൻ്റെ ഉള്ളിൽ ഏത് അത് നോക്കാൻ അതിനാണ് ഞാൻ ക്ലാസ്സിൽ കയറിയിട്ടുണ്ട്. അങ്ങനെ അതിന് ഭംഗിയായി നിങ്ങൾ പറയുന്നത് എനിക്ക് യാതൊരു സത്യസന്ധമായിട്ട് പച്ചയായിട്ടൊരു മനുഷ്യനാവുക കാരണം ഞാൻ പറയേണ്ട. അതിന് ഞാൻ സുന്ദരമായിട്ട് തോറ്റു. പിന്നെ എനിക്കുള്ളത് ആകെ കണക്ക് പീരീഡാണ്. അവിടെ നിന്നാണ് കഥ തുടങ്ങുന്നത്. കണക്ക്, മാത്തമെറ്റിക്സ്. കണക്ക് പീരീഡിൽ ഒരു ഇൻസ്ട്രുമെന്റ് ബോക്സ് ഉണ്ട്, ക്യാമിലി. അത് ഇന്നത്തെ കാലത്തെ മാതിരിയല്ല. എൻ്റെ ചേച്ചിക്ക് എൻ്റെ അമ്മാമ്മ കൊടുത്തു. ചേച്ചിയുടെ പഠിപ്പിന് ശേഷം ചേട്ടനും കൊടുക്കും. ചേട്ടൻ അത് എനിക്ക് തരും. എനിക്ക് ശേഷം പിന്നെ ഇവിടെ ആരും ഇല്ലാത്ത കാരണം അവിടെ ഇവിടെ കിടക്കുന്നുണ്ട്. പക്ഷെ എനിക്കതിൽ ഈ ഇൻസ്ട്രുമെന്റ് ബോക്സിലെ കുറച്ച് ആൾക്കാരായിട്ട് എനിക്ക് യാതൊരു ബന്ധമില്ല. കുറച്ച് സംഭവങ്ങളായിട്ട്
അതായത് ഉദാഹരണം പറഞ്ഞാൽ ഇങ്ങനെ ഒരു സാധനമില്ല ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ നമ്മൾ റോഡ് സൈഡിലൊക്കെ കാണാം കയറ്റം ഇങ്ങനെ കടകൾ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ അതൊന്നും. പിന്നെ ഡി എന്നൊരു സാധനമുണ്ട്, ഇതിൻ്റെ ഒന്നും പ്രയോഗിക്കറിയില്ല. ആകെ എനിക്ക് അറിയണ ഒരു കാര്യം സ്കെയിൽ അറിയാം. കാരണം ഈ സ്കെയിൽ കൊണ്ട് കുറേ തല്ല് ഓടിച്ചിട്ടുണ്ട് സ്കൂളിൽ. അതുകൊണ്ട് സ്കെയിൽ എനിക്കറിയാം. അത് നീളമുള്ള സ്കെയിലാവും, ഇത് ചെറുതാണ്. പിന്നെ ഒരു സാധനം ഒരു കമ്പിയാണ് സിറിഞ്ച് മാതിരി. അപ്പോൾ അവിടെ ഒരു വട്ടക്കണ്ണിയും ഇതിൻ്റെ ഒരു വട്ടം, അതിൽ പെൻസിൽ ഇട്ടിട്ട് ഇതോട് പൊട്ടി കഴിഞ്ഞാലേ നമുക്ക് ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു വട്ടം വരും. സ്വല്പം അടുത്തേക്ക് തോന്നുന്നു സാറേ. ആയിരിക്കാം. അതെ, ഇത് ഈ ഒരു കുറ്റിയുള്ളൂ ഇങ്ങനെയാണ്. അതിൻ്റെ ഉള്ളിൽ ഒരു വട്ടമുണ്ട്. അതിൽ പെൻസിൽ ഇറക്കിയിട്ട് നമ്മൾ ആ സ്ക്രൂ ഒന്നും തിരിച്ചു കൊടുത്തേ ഇതിങ്ങനെ പിടിച്ചു കഴിഞ്ഞാലോ നിങ്ങൾക്ക് വട്ടം കിട്ടും. അത് കുറച്ചുകൂടി നീക്കി വെച്ച് കയറിക്കാം, അത്ര വട്ടം കിട്ടും. കുറച്ചുകൂടി നീക്കി വെച്ചാൽ അത്ര വട്ടം കിട്ടും. അതിൻ്റെ ഒരു കണക്കിനനുസരിച്ച് അതായിട്ട് ചെറിയൊരു ബന്ധമുണ്ട്. വൃത്തം എന്താ കോമ്പോസോ കോമ്പൗണ്ടോ കോമ്പോസ് കോമ്പോസ് കോമ്പൗണ്ട് കേട്ടിട്ടുണ്ട്. കോമ്പോസ് അല്ലേ? ആയിക്കോട്ടെ. അതുകൊണ്ടുള്ളൊരു പ്രയോഗം ഞാൻ കുറച്ചൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഈ കണക്ക് ടീച്ചർ വന്നു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ റോഡിലൊക്കെ കാണില്ലേ എന്നും പച്ചക്കറി വള്ളി സവോളെ ഉള്ളിയേ വെള്ളുള്ളിയേ കേട്ടില്ലേ? അതേമാതിരി ടീച്ചറിൽ വന്നു കഴിഞ്ഞാൽ ആ ഒറ്റ കാര്യം പറയുള്ളൂ, താരക്ഷപ്പെടില്ല. അതായത് റിക്കാർഡിൽ വെച്ച മാതിരിയാണ് ടീച്ചറുടെ ഈ ഡയലോഗുകൾ. താരക്ഷപ്പെടില്ല ഇതന്നെ പറയുള്ളൂ, വേറെ അങ്ങോട്ട് വാക്ക് പറയാൻ പറ്റില്ല. ഞാൻ കണക്കാക്കി അങ്ങനെ ഈ ടീച്ചർ വല്ലാണ്ട് കൂടെ പഠിക്കുന്ന കുറേ കുട്ടികളൊക്കെ ഉണ്ട്. അവരൊക്കെ പലരും ഇരിക്കുന്നു, അത് ഇങ്ങോട്ട് പഠിക്കുന്നു, എന്തെങ്കിലും പറഞ്ഞാൽ എന്താ കോമ്പസ് അത് ഇങ്ങോട്ട് പഠിക്കുന്നു, ഇപ്പോൾ അങ്ങോട്ട് പഠിക്കും. പിന്നെ ഈ പെൻസിലില്ലേ, പെൻസില് എൻ്റെ ഭാഗത്താ. എന്താ കാര്യം അറിയോ? നമ്മൾ എന്തെഴുതിയാലും തെറ്റും. പക്ഷെ ദൈവം തന്നിട്ട് സാധനമായിട്ട് മൂട്ടിൽ ഒരു റബ്ബറുണ്ട്, തെറ്റെന്ന് പറയാം. മാറ്റാനുള്ളതേ ഈ പെൻസിലിന്റെ പിന്നിലൊരു കുറ്റിയെന്നുണ്ട്. അപ്പൊ അവർക്ക് ദൈവത്തിന് പറയാം എന്ത് നമ്മൾ എന്തെഴുതിയാലും ഒക്കെ ശരിയാവില്ല, തെറ്റുണ്ടാവും. അപ്പൊ മാച്ച് കളയാനായോ ഈ റബ്ബ് അല്ല ഇഷ്ടം. നമ്മൾ എഴുതി കണ്ടിട്ട് മാച്ച് കളയണ്ടേ, അതാണ് കാര്യം പറഞ്ഞത്. അങ്ങനെ കണക്ക് പീരീഡിൽ പോയി ടീച്ചർ പറഞ്ഞ് എനിക്ക് വലിയൊരു ഷോക്കായി. അതൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് അങ്ങനെ നമ്മളൊക്കെ വിചാരിച്ച മാതിരി തന്നെ തോറ്റു. അപ്പം എൻ്റെ കൂടെയുള്ള പലരും ട്യൂട്ടോറിയലിലേക്ക് പോകണു, കൂടെ പഠിച്ചിട്ട് ചില പട്ടാഞ്ചി കോളേജിലേക്കാണ് പറഞ്ഞു പോകണു. എനിക്കറിയില്ല, നമ്മൾ ഇവിടെ തന്നെ. അപ്പോൾ ഒരു 1-2 കൊല്ലം ട്യൂഷന് പോകണമെന്നൊക്കെ ആലോചിച്ചു. ട്യൂഷന് പോകണമെന്ന് ആലോചിച്ചപ്പോൾ എന്തിനാ വെറുതെ അവർ ബുദ്ധിമുട്ടിക്കുന്നത്, വീട്ടിലെ പൈസയും ചിലവാക്കിയിട്ട്. അങ്ങനെ ഇരിക്കുമ്പോഴേക്കും എനിക്കിങ്ങനെ തോന്നി, ടീച്ചറുടെ മക്കൾ വലിയ കണക്ക് പഠിച്ചിട്ടൊന്നുമല്ല. ഓരോരുത്തരും 2 മക്കളിൽ എനിക്കറിയാം ബോംബെയിൽ പോയിട്ട് എന്താ ചെയ്യണമെന്ന്. അവരൊക്കെ അങ്ങനെ ഒരാൾ കല്യാണിലുണ്ട്, ഒരാൾ ആധാറിലുണ്ട്, എവിടേക്ക് കിടക്കുക, എന്തെങ്കിലും പണിയുണ്ടായി അവരറിയുമോ. ഒരു ടീച്ചറാൻ വേണ്ടിയല്ലേ നമുക്ക് വെറുപ്പിക്കാൻ പറ്റില്ലല്ലോ അല്ലേ. അങ്ങനെ ഞാനിങ്ങനെ നിൽക്കുമ്പോഴാണ് ഞാൻ ബസ്സിൽ കണ്ടക്ടറായിട്ടാണ് കയറി. അപ്പോൾ ഈ 6, 2, 7, 4 എന്താ 3, 9, 5, 25 ഇതൊക്കെ അറിയാം. അപ്പം അന്ന് ബസ്സിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 12, ഒരു 13 ഉൾപ്പെടെ ദൂരത്തിലാണ് ദൂരമുള്ളൂ. അങ്ങനെ ഒരു തവണ അവാർഡിൻ്റെ കഥ പറയാട്ടോ, അവസാനത്തേക്കാണ് പറഞ്ഞത്. ഈ ടീച്ചറും ഒരു 8, 10 2 ടീച്ചേഴ്സും ഒരു 8 കുട്ടികളും കൂടി കയറുക ഈ ടീച്ചർ ബസ്സിൽ. അങ്ങനെ എന്നോട് പറയുകയാണെങ്കിൽ കുട്ടികൾക്ക് പകുതി ചാർജ് എടുത്താൽ മതി, ഞങ്ങൾ 2 ഫുൾ ടിക്കറ്റ്. ടീച്ചർ വിചാരിച്ചിട്ടുണ്ടാവും ഈ 2 ആൾക്കാർ ഞാൻ ഫ്രീ കൊടുക്കുന്നു. ആരാ മോൻ, ഇഞ്ചക്ഷൻ ബസ്സൊന്നുമില്ലല്ലോ, ഞാൻ കൊടുക്കില്ലല്ലോ. ഇത് വേറെ നമ്മൾ ജോലിക്ക് കയറിക്കല്ലേ. അപ്പം ഞാൻ ഈ 2 ടിക്കറ്റ് ടീച്ചറിൽ എൻ്റെ ടീച്ചറെ ഒരു മാഷുണ്ട്, ആളെ കണ്ടിട്ടൊക്കെ ഉണ്ട്. ആ ഷാപ്പിനോട് ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ നമ്മളത് പറഞ്ഞില്ല. പിന്നെ 8 കുട്ടികളും. അപ്പം ഈ 8 കുട്ടികളുടെ പകുതി എടുക്കാവൂ പറഞ്ഞു. പിന്നെ ഈ 2 ഫുള്ളും 10. ഞാൻ കണക്കാക്കി ഒരു കമ്മച്ചോട് പറഞ്ഞു, പകുതിനെ കൂട്ടിയിട്ടുള്ളൂ. ടീച്ചറെ 32.50. അപ്പനോട് ടീച്ചർ പറഞ്ഞേ ഒറ്റയടിക്ക് പറഞ്ഞു തരുമോ. ടീച്ചർ കാൽക്കുലേറ്ററിലെ വരുമ്പോൾ കൂട്ടട്ടി. ടീച്ചർ അപ്പോഴൊരു കാൽക്കുലേറ്റർ ഈ ബാഗിൽ നിന്നൊക്കെ എടുത്തിട്ടേ അവിടെ തപ്പി പിടിച്ചിരുന്നു കൂട്ടി. 32.50 32.50 പറഞ്ഞു. അപ്പം മാഷം തട്ടിയിട്ടേ ടീച്ചർ വരണേ. സംഗതി സ്കൂളിൽ പഠിക്കുമ്പോൾ കിടക്കുന്ന അറിയില്ലെങ്കിലേ സൂപ്പറാട്ടോ, ശരിയാവും. പൈസ ശരിയാ 32.50 തന്നു. ബാക്കിയെ കൊടുത്താൽ ഞാൻ കറക്റ്റ് കൊടുത്തു.
അപ്പൊ ചെന്ന് തോന്നി കണക്ക് പഠിച്ചാൽ കുഴപ്പമില്ല, പക്ഷെ പഠിക്കാണ്ടിരിക്കുന്നത് അതിനേക്കാളും നല്ലത്. അന്ന് ഞാൻ അതേ മനസ്സിലാക്കിയത്. അതായത് കണക്ക് പഠിച്ചു കഴിഞ്ഞാൽ നല്ലതാ ഭാവിയിലേക്ക്. ഈ സാധനം പഠിക്കാണ്ടിരുന്നല്ലോ അനുഭവമാണ്. ഇത് പഠിക്കാണ്ടിരുന്ന അതിനേക്കാളും നല്ലതാ. അങ്ങനെ കണക്ക് കൊടുത്തു, ബാക്കി കൊടുത്തു. ഞാൻ വീട്ടിൽ വന്നു എഴുതി കൂട്ടിയേക്ക് 4 പോയ പേപ്പറിന്റെ ചിലവാ. കൂട്ടണ്ടേ ഈ 8 ഹാഫ് ടിക്കറ്റും 2 ഫുൾ ടിക്കറ്റും. ശരിയാണോ നോക്കണ്ടേ? നോക്കണ്ടേ? 32 അമ്മയെ വാങ്ങിയിട്ട് അങ്ങനെ നോക്കിയപ്പോഴേ സത്യം പറയട്ടെ, ഇത് ഒന്ന് ഒരു മിനിറ്റ് ഒന്ന് ബ്ലാങ്ക് ചെയ്തോളൂ. ഇപ്പൊ ഈ പറഞ്ഞ് പുറത്തു പോകില്ല. 12 റുപ്യ ഞാൻ കൂടുതലാവാൻ എനിക്ക്. 12 റുപ്യ ഞാൻ കൂടുതലാ വാങ്ങിക്കും. അതൊക്കെ വിഷമമുണ്ട്. എന്നെ പിടിച്ചിട്ടില്ല. ടീച്ചർ എന്നെക്കാട്ടും വലിയ എന്നെ ഇജ്ജി ശരിയാവില്ല വഴുതനങ്ങ ഓർമ്മയുണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞു അതേമാതിരി ഇജ്ജി ശരിയാവില്ല പറഞ്ഞ ആളാണല്ലോ. അങ്ങനെയാണ്. അത് കഴിഞ്ഞ ആ ടീച്ചറുടെ റിട്ടയർമെൻറ്റ് നടക്കുക. ആ റിട്ടയർമെൻറ്റിന് നമ്മളൊക്കെ പോയില്ലോ. അപ്പോൾ ടീച്ചർ വിളിച്ചിട്ട് പറയാണ്, അനുഭവങ്ങൾ പറയാം, ആർക്ക് വേണമെങ്കിലും പറയാം. അപ്പോൾ ടീച്ചർ ഇങ്ങനെ പറയാണ്, എൻ്റെ അനുഭവത്തിൽ ഒരു നല്ലൊരു വയ്യുണ്ടായിരുന്നു. അവൻ്റെ ബസ്സിൽ യാത്ര ചെയ്തിട്ട് അവൻ യഥാർത്ഥമായ കാശ് കൊടുത്തു, അവനാണ് കണക്കിലെ ഏറ്റവും വലിയ ആള് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞാൻ അങ്ങനെ വടക്കി എന്നോട് എന്തെങ്കിലും പറയാൻ പറഞ്ഞില്ല. അപ്പോൾ എന്നോട് പറഞ്ഞു എന്തെങ്കിലും പറയണോ ചോദിച്ചു. എൻ്റെ കജ്ജും കാലും പറിക്കും. കാരണം എന്താ 12 റുപ്യ അതെൻ്റെ കയ്യില. അങ്ങനെ ഞാൻ ടീച്ചറോടൊക്കെ യാത്ര പറഞ്ഞു. ടീച്ചറുടെ ആത്മകഥയിൽ അല്ലെങ്കിൽ എവിടേക്കോ അതോട് പറഞ്ഞു, ഞാൻ പഠിപ്പിച്ചതിലെ ഏറ്റവും നല്ല വിദ്യാർത്ഥി ആരെയും അമ്പേരുട്ടി. അങ്ങനെയാണ് അന്ന് അങ്ങനെ പറയുള്ളൂ. പേര് വേറെ എല്ലാവരും അറിയും. അധ്യാപകർക്ക് പേരും അച്ഛൻ്റെ പേരൊന്നും പറയില്ല. അമ്പേരുട്ടി അല്ലെങ്കിൽ അതിനുള്ളതൊക്കെ പേരാ. അങ്ങനെ എന്തൊക്കെയാണ് പറഞ്ഞപ്പോൾ അങ്ങനെ ആളിലേക്ക് ഒന്ന് ആദരിക്കണല്ലോ. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിക്ക് കൂടി അതൊന്ന് ആദരിക്കണല്ലോ എന്ന് അയാളെ. അങ്ങനെ ടീച്ചർ എൻ്റെ പേര് റെക്കമെൻഡ് ചെയ്തു സർക്കാരിലേക്ക് റെക്കമെൻഡ് ചെയ്തപ്പോൾ എനിക്കൊരു ദിവസം പേപ്പർ വന്നു ഇംഗ്ലീഷിലാണ്. അപ്പോൾ അത് ഞാൻ വേറെ ഒരു മാഷിൻ്റെ ആളുടെ അടുത്ത് പോയിട്ട് ചോദിച്ചത് എന്താ കാര്യം ചോദിച്ചു. എന്നോട് പറഞ്ഞു, നിങ്ങളെ സർക്കാർ ആദരിച്ചു, നിങ്ങളെ അവാർഡ് കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുത്ത് നിങ്ങൾക്ക് സർക്കാരിൻ്റെ ഒരു അവാർഡ് കിട്ടും. ഇതാണ് കാര്യം പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഫിലോസഫി, അതായത് മാൻ ഓഫ് ദി 2024, മാൻ ഓഫ് ദി 2024 അങ്ങനെ എന്തോ അങ്ങനെ ഒരു അവാർഡ് തന്നു. അതാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഇപ്പം അതിൻ്റെ പേരിൽ എനിക്ക് ഇതിപ്പോൾ എനിക്ക് സമയം എനിക്ക് കോഴിക്കോട് ഉണ്ടെന്ന് ഇന്ന് കൊല്ലത്തേക്ക് ചെയ്തപ്പോൾ നമ്മൾ വരുന്നത്. പിന്നെ കൊല്ലത്ത് സ്വീകരണമുണ്ട്. അങ്ങനെ കുറേ സ്വീകരണങ്ങളുണ്ട്. സ്വീകരണങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ആകെ ഒരു ആശയമുള്ളൂ, പ്രായമായില്ല, ആഗ്രഹമേ ഉള്ളൂ. എനിക്ക് എങ്ങനെ വീട്ടിൽ പോയിട്ട് കുറച്ച് കണക്ക് പഠിക്കണം. അശോക അവൻ്റെ ഒരു അവാർഡും തേങ്ങാക്കോ ഏത് കണ്ണോട്ടണ അയാൾക്ക് അവാർഡ് കൊടുക്കും. ആ മണ്ണിൽ പണിക്കണ അയാൾക്ക് കൊടുക്കണം. നമ്മുടെ ഒരു ദിവസം വെറുതെ പോയി, ഒരു ദിവസം അങ്ങോട്ട് പോയി. തിരുവനന്തപുരത്തോ ഏതാ ദിവസം പറയൂ?